സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര കെ.എസ്.ആർ.ടി.സിയുടെ ചെലവിൽ നടത്തിയാൽ സ്ഥാപനം പൂട്ടിപ്പോകേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. സൗജന്യയാത്ര അനുവദിക്കുന്നതുകൊണ്ടുള്ള നഷ്ടം സർക്കാർ നൽകണമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യയാത്ര കെ.എസ്.ആർ.ടി.സിയുടെ ചെലവിൽ നടത്തിയാൽ സ്ഥാപനം പൂട്ടിപ്പോകേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. സൗജന്യയാത്ര അനുവദിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം സർക്കാർ നൽകണം. മറ്റ് സംസ്ഥാനങ്ങളിൽ സൗജന്യങ്ങൾക്ക് സർക്കാരാണ് ഗ്രാന്റ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കുന്നതിനെ LDF എതിർക്കില്ല. കെ-റെയിൽ പദ്ധതിയെ തുടക്കം മുതൽ എതിർത്ത UDF പദ്ധതി വേണ്ടെന്ന് വെച്ചതിൽ അത്ഭുതമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നമുക്ക് തരേണ്ട റവന്യൂ സഹായങ്ങൾ അടിക്കടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ നമ്മുടെ നികുതി പദം ഒന്ന് കൂട്ടിയെങ്കിലും നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇല്ലാതാക്കി. ഇപ്പം കാര്യം പഴയതിനേക്കാൾ മോശം. നമുക്ക് തരേണ്ട കേന്ദ്ര പദ്ധതികളുടെയും മറ്റും വിഹിതം പിടിച്ചു വെക്കുകയാണ്. PM ശ്രീ അടക്കം ധവളപത്രം തയ്യാറാക്കുമ്പോഴേ മുഖ്യമന്ത്രി PD സതീശൻ നിരന്തരം പറഞ്ഞ 3 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കൊണ്ടുവരണം. അത് ധവളപത്രത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞാലും സന്തോഷമുള്ള കാര്യങ്ങൾ. ഒന്നാമത്തേത് 25,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക, റവന്യൂ കുടിശ്ശിക സംസ്ഥാനത്തിനുണ്ട്. അതങ്ങ് പിരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. റെഡി? അത് LDFന്റെ പിടിപ്പേടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോഴേ എത്രയാ അതിന്ന് പിരിക്കാൻ പോണേ അത് പറയണം. കേരളം കാത്തിരിക്കണം കേട്ടോ ഇത് കേൾക്കാനായിട്ട്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കേരളത്തിൽ വിൽക്കുന്ന സ്വർണത്തിൻ്റെ അളവ് നോക്കിയാൽ ഈ 700-800 കോടി രൂപയൊന്നുമല്ല, 15,000 കോടി രൂപ പിരിക്കാം. സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടായത്. ജില്ലാ കമ്മിറ്റികളിലെ ചർച്ച പൂർത്തിയായ ശേഷം വ്യാഴാഴ്ച മുതൽ ഏരിയ കമ്മിറ്റികളിൽ ചർച്ച നടക്കും. കീഴ്ഘടകങ്ങളിലെയും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ രേഖ തയ്യാറാക്കും. തിരുത്തേണ്ടത് തിരുത്തി LDF ശക്തമായി തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു.